رسول الله طال بي الحنين وغرق موجتي شود فيه رسول الله السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലൂടെ ഒരു കൂട്ടം ആളുകൾ ഒരു മയ്യിത്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റു. നബി എഴുന്നേറ്റത് കണ്ടപ്പോൾ കൂടെയുള്ള അനുചരന്മാർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾ എന്തിനാണ് എഴുന്നേൽക്കുന്നത്? അതൊരു ജൂതൻ്റെ മയ്യിത്താണ്, അതൊരു യഹൂദിയുടെ മയ്യിത്താണ്, നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്? അപ്പം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാരോട് പറയാണ്, ഇന്നലിൽ മൗതി ഫസഅ, തീർച്ചയായും മരണത്തിനൊരു നടുക്കമുണ്ട്. ഇപ്പം നമ്മൾ ക്ഷണിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന വിരുന്നുകാരനെ പറ്റി, അനിഷേധ്യനായ അതിഥിയെപ്പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ശക്തമായൊരു താക്കീതും ഓർമ്മപ്പെടുത്തലുമാണ് അവിടെ നമ്മൾ കാണുന്നത്. നിങ്ങളുടെ മുമ്പിലൂടെ ഒരു മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അശ്രദ്ധരാകാൻ പാടില്ല. നിങ്ങളുടെ വേർപാടിനെ പറ്റിയിട്ടും നിങ്ങളുടെ മടക്കത്തെ പറ്റിയിട്ടും നിങ്ങൾ ചിന്തിക്കണമെന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ആ വാക്കിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ നിങ്ങൾ ഒരുപാട് ഓർക്കണം. ആരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിയുള്ള ആളെന്ന് ചോദിച്ച സ്വഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി, അക്സറുഹും ലിൽ മൗതി ദിക്റ വ അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, മരണത്തെ ധാരാളമായിട്ട് ഓർക്കുകയും ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഒരുങ്ങുകയും ചെയ്തവരാൻ. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ കൂടിയിരിക്കുമ്പോൾ ഈ സീറ ക്ലാസ്സുകൾ തീർച്ചയായും മരണത്തിന് ശേഷം നമുക്കുള്ള ഒരു മുതൽക്കൂട്ടായി, നമുക്കുള്ളൊരു വിഭവമായിട്ട് മാറണം. അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസബിനെ പറ്റിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര നമ്മൾ പറഞ്ഞു. അങ്ങനെ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് അബ്ദുൽ മുത്തലിബിനെ പറ്റിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യുപ്പ അബ്ദുൽ മുത്തലിബ്. ആ അബ്ദുൽ മുത്തലിബിൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഭവങ്ങളെ പറ്റിയിട്ട് വിശദീകരിക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന്, സംസം വീണ്ടും കുഴിച്ചു. അല്ലെ, സംസം മൂടിക്കടന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അവിടുന്ന് രണ്ടാമത് അത് കുഴിക്കുന്നത് അബ്ദുൽ മുത്തലിബാൻ. അതാണ് ഒരു സംഭവം. രണ്ടാമത്തെ ഒരു സംഭവം ആനക്കലഹം, അല്ലെ, ഹാദിസുൽ ഫീൽ, ആനക്കലഹം. ആ സംഭവവും വിശദീകരിക്കാമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ 2 കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു, സംസം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാജർ റളിയല്ലാഹു അൻഹയും ഉള്ള സമയത്ത്
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ വഴി അള്ളാഹു നമുക്ക് നൽകി സംസമിൻ്റെ ഉറവ പൊട്ടി. അതുവരെ മക്കയിൽ ആൾതാമസം ഉണ്ടായിരുന്നില്ല, കാരണം വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് താമസിക്കാൻ പറ്റൂല. അപ്പം സംസം വന്നതോടുകൂടി പിന്നെ മക്കയിൽ ആൾതാമസം ഉണ്ടായി. ജുർഹൂമുകാർ യമനിൽ നിന്ന് വന്നതും അവർ ഹാജർ റളിയല്ലാഹു അൻഹയോട് അനുവാദം ചോദിക്കുന്നതും മക്കയിൽ താമസമാക്കുന്നതും ഒക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ കുറേ കാലം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം കഅബയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് ജുർഹൂമുകാരാണ്. എന്നാൽ പിന്നീട് കാലക്രമേണ അവരുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നു. നല്ല നിലക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാത്ത അവസ്ഥയുണ്ടായി. കഅബയുടെ പരിസരത്ത് വെച്ച് തന്നെ, ഹറമിൻ്റെ പരിസരത്ത് വെച്ച് തന്നെ തിന്മകളും തോന്നിവാസങ്ങളും നടക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തി. അപ്പോൾ ആ സമയത്താണ് പിന്നീട് ഖുസാഅക്കാർ ഇവരുമായിട്ട് പോരാടി അവരുടെ അടുക്കൽ നിന്ന് കഅബയുടെയും ഹറമിൻ്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. പിന്നീട് അത് ഖുറൈശികൾ ഏറ്റെടുത്തു. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യുപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ നിയന്ത്രണത്തിലും എത്തി. അങ്ങനെ ജുർഹൂമുകാരിങ്ങനെ ജീവിതം മറന്ന് അള്ളാഹുവിനെ മറന്ന് മുന്നോട്ട് പോയപ്പോൾ പിന്നീട് സംസം വറ്റുകയാണ്, സംസമിൻ്റെ ഉറവ നിൽക്കുകയാണ്. അവസാനം സംസമിൻ്റെ സ്ഥലം പോലും അറിയാത്ത അവസ്ഥയുണ്ടായിരുന്നാണ്. എവിടെയാണ് സംസം ഉണ്ടായിരുന്നത് എന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി. അത്ര എന്ത് ചെയ്തു, സംസം മൂടിപ്പോയി എന്നതാണ്. അല്ലെങ്കിൽ സിക്കായത്തിൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അബ്ദുൽ മുത്തലിബിനാണ്. എന്താണ് സിക്കായത്ത് എന്ന് പറഞ്ഞാൽ? വെള്ളം കൊടുക്കുക. മക്കയിൽ വരുന്ന ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്ന ഉത്തരവാദിത്വം അബ്ദുൽ മുത്തലിബിനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ ആദ്യ സമയത്ത് സംസം ഇല്ല. അതുകൊണ്ട് തന്നെ മക്കയുടെ പല ഭാഗങ്ങളിലുമുള്ള കിണറുകളിൽ നിന്നാണ് അവർ വെള്ളം എത്തിച്ചിരുന്നത്. ദൂരെ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി വെള്ളം ശേഖരിച്ചിട്ടാണ് ഹാജിമാർക്ക് അവർ വെള്ളം കൊടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഹാജിമാരെ സ്വീകരിക്കുന്നിടത്ത് മക്കക്കാർക്കുണ്ടായിരുന്നൊരു താല്പര്യം, ഹാജിമാരോട് അവർ കാണിച്ച സ്നേഹവും ആദരവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഒരിക്കൽ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം കഅബക്കരികിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇമാം ബൈഹഖി റഹിമഹുള്ളാഹി അദ്ദേഹത്തിൻ്റെ ദലായിലുൽ നുബുവ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. അബ്ദുൽ മുത്തലിബ് കഅബക്കരികിൽ വിശ്രമിക്കുകയാണ്. അദ്ദേഹം ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറക്കത്തിനിടയിൽ അദ്ദേഹം സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇഹ്ഫിർ ത്വയ്ബ, ഏറ്റവും വിശിഷ്ടമായത് നീ എന്ത് ചെയ്യുക, കുഴിക്കുക. ത്വയ്ബ നീ കുഴിക്കണം. അപ്പോൾ അബ്ദുൽ മുത്തലിബ് സ്വപ്നത്തിൽ ചോദിക്കുകയാണ്, വമാ ത്വയ്ബ, എന്താണ് ത്വയ്ബ? അതോടുകൂടി ആ സ്വപ്നം അവിടെ അവസാനിക്കുകയാണ്. ആ ത്വയ്ബ എന്താണെന്നുള്ള ചോദ്യത്തിന് അബ്ദുൽ മുത്തലിബിന് ഉത്തരം കിട്ടുന്നില്ല. വമാ ത്വയ്ബ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്, ആ സ്വപ്നം അവിടെ അവസാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ടാമത്തെ ദിവസം വീണ്ടും അബ്ദുൽ മുത്തലിബ് കഅബയുടെ തണലിൽ വരുന്നു, വിശ്രമിക്കുന്നു, ഉറങ്ങുന്നു. ഉറക്കത്തിൽ അന്നും സ്വപ്നം കണ്ടു. അപ്പോൾ സ്വപ്നത്തിൽ വന്ന ആൾ പറഞ്ഞത്, ഇഹ്ഫിർ ബർറ, നീ എന്ത് ചെയ്യുക, ബർറ കുഴിക്കുക. ബർറ എന്ന് പറഞ്ഞാൽ പുണ്യമുള്ളത്, നന്മയുള്ളത് എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ നീ ബർറ കുഴിക്കുക എന്നാണ് അടുത്ത ദിവസം സ്വപ്നത്തിൽ കണ്ടത്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, വമാ ബർറ, എന്താണ് ബർറ? അതോടുകൂടി സ്വപ്നം തീരുകയാണ്. അതിന് അബ്ദുൽ മുത്തലിബിന് ഉത്തരം കിട്ടുന്നില്ല. അങ്ങനെ മൂന്നാമത്തെ ദിവസവും അബ്ദുൽ മുത്തലിബ് കഅബക്കരികിൽ വരുന്നു, ഉറങ്ങുന്നു. ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണുന്നു. അപ്പോൾ സ്വപ്നത്തിൽ വന്ന ആൾ പറഞ്ഞു, ഇഹ്ഫിർ മദ്നൂന, നീ എന്ത് ചെയ്യുക, മദ്നൂന കുഴിക്കുക. മദ്നൂന എന്ന് പറഞ്ഞാൽ ഈമാനില്ലാത്ത ആളുകൾക്ക് എടങ്ങറുണ്ടാക്കുന്നത്, പ്രയാസം ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അവിടെ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, വമൽ മദ്നൂന, എന്താണ് മദ്നൂന? അതിന് ഉത്തരം കിട്ടുന്നില്ല. ആ സ്വപ്നം അവിടെ അവസാനിക്കുകയാണ്. ഇത് മൂന്നാമത്തെ ദിവസം. നാലാമത്തെ ദിവസം വീണ്ടും കഅബക്കരികിൽ കിടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ വന്ന ആൾ പറഞ്ഞു, യഹ്ഫിർ സംസമ, നീ എന്ത് ചെയ്യണം, സംസം കുഴിക്കണം. അപ്പോൾ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, വമാ സംസം, എന്താണ് സംസം? അപ്പോൾ ശരിക്കും സംസം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം എന്നുള്ള അർത്ഥമാണ്, ധാരാളം വെള്ളം എന്നുള്ള അർത്ഥമാണ്. അന്നിഹായ് പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണുക.
അപ്പം അതിന് അദ്ദേഹത്തിന് വിശദീകരണം കിട്ടുകയാണ്. ഈ 3 ദിവസത്തെ ചോദ്യത്തിന് എന്ത് ചെയ്തിട്ടില്ല, അബ്ദുൽ മുത്തലിബിന് ഉത്തരം കിട്ടിയിട്ടില്ല. എന്നാൽ 4ാമത്തെ ദിവസം സംസം കുഴിക്കാൻ പറഞ്ഞപ്പോൾ എന്താണ് സംസം എന്ന് ചോദിക്കുന്നു. അതിന് അദ്ദേഹത്തിന് ഉത്തരം കിട്ടുന്നു. ആ സംസം അത് വറ്റുകയില്ല, അത് ഹാജിമാർ കുടിക്കും. എന്നിട്ട് ആ സംസമിൻ്റെ കൃത്യമായ സ്ഥലം ആ സ്വപ്നത്തിലൂടെ ആർക്ക് അറിയിക്കപ്പെടുകയാണ്? അബ്ദുൽ മുത്തലിബിന് അറിയിക്കപ്പെടുകയാണ്. അപ്പം ഇതാണ് അബ്ദുൽ മുത്തലിബ് കണ്ട സ്വപ്നം. അങ്ങനെ അടുത്ത ദിവസം അബ്ദുൽ മുത്തലിബ് മകൻ ഹാരിസയെയും കൂട്ടി കോടാലിയും ഉപകരണങ്ങളൊക്കെ എടുത്ത് ആ സ്വപ്നത്തിൽ അറിയിക്കപ്പെട്ട സ്ഥലത്തേക്ക് പോവാൻ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ മുത്തലിബിന് എത്ര മക്കളാണ്? എത്ര ആൺകുട്ടികളാണ്? 10 ആൺകുട്ടികളും 6 പെൺകുട്ടികളും. അങ്ങനെ 16 മക്കളാണ് അബ്ദുൽ മുത്തലിബിനുള്ളത്. എന്നാൽ സംസം 2ാമത് കുഴിക്കുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ ആര് മാത്രമേ ഉള്ളൂ? മൂത്ത മകനായ ഹാരിസ് മാത്രമേ ഉള്ളൂ. അന്ന് ഒരേ ഒരു ആൺകുട്ടിയാണ് അബ്ദുൽ മുത്തലിബിന് ഉള്ളത്. അങ്ങനെ വാപ്പയും മകനും പുറപ്പെട്ടു. അങ്ങനെ അവർ കുഴിക്കാൻ തുടങ്ങി. കുഴിച്ചു, വെള്ളം കണ്ടു. വെള്ളം കണ്ടപ്പോൾ അബ്ദുൽ മുത്തലിബ് തക്ബീർ മുഴക്കി, അല്ലാഹു അക്ബർ. അപ്പോൾ ഖുറൈശികൾക്ക് വിവരം കിട്ടി, അബ്ദുൽ മുത്തലിബിന് വെള്ളം കിട്ടിയിട്ടുണ്ട്, വെള്ളം കണ്ടിട്ടുണ്ടെന്ന വിവരം ഖുറൈശികൾക്കും കിട്ടി. അവരൊക്കെ ഓടിക്കൂടി. എന്നിട്ട് അവർ അബ്ദുൽ മുത്തലിബിനോട് പറയുന്നുണ്ട്, യാ അബ്ദുൽ മുത്തലിബ് ഇന്നഹാ ബിറു അബീന ഇസ്മായിൽ, ഇത് ഞങ്ങളുടെ വാപ്പ ഇസ്മായിലിൻ്റെ കിണറാൻ. വ ഇന്ന ലനാ ഫീഹാ ഹഖ്ഖാ, ഇതിൽ ആർക്കും അവകാശമുണ്ട്, ഞങ്ങൾക്കും അവകാശമുണ്ട്. ഇത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, ഞങ്ങൾക്കും അവകാശമുണ്ട്. അപ്പം അതിൻ്റെ നടത്തിപ്പിലും അധികാരത്തിലും ഞങ്ങൾക്ക് കൂടി പങ്കാളിത്തം തരണമെന്നാണ് അബ്ദുൽ മുത്തലിബിനോട് ഖുറൈശികൾ വന്നിട്ട് പറഞ്ഞത്. അപ്പം അബ്ദുൽ മുത്തലിബ് അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്, നിങ്ങളാരും കണ്ട സ്വപ്നമല്ലല്ലോ, നിങ്ങൾക്ക് ആർക്കും കിട്ടാതെ അള്ളാഹു എനിക്ക് മാത്രം പ്രത്യേകമായിട്ട് കാണിച്ചു തന്നതാണ്. അവിടെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, പക്ഷെ അതിൻ്റെ നടത്തിപ്പിലോ അതിൻ്റെ കൈകാര്യകർത്തൃത്വത്തിലോ ഒന്നും എന്ത് ചെയ്യൂല, നിങ്ങൾക്ക് പങ്ക് തരാൻ പറ്റൂല, നിങ്ങളെ പങ്കാളികളാക്കാൻ പറ്റൂല. അങ്ങനെ അതൊരു തർക്കമായി. അങ്ങനെ ഖുറൈശികൾ പറയുന്നുണ്ട്, നമുക്കൊരു മധ്യസ്ഥനെ കൊണ്ടുവന്നിട്ട് തീരുമാനമാക്കാം. ഖുറൈശികൾ പറയുന്ന മധ്യസ്ഥൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് അബ്ദുൽ മുത്തലിബും സമ്മതിച്ചു. അങ്ങനെ ബനു സഅദ്കാരുടെ കൂട്ടത്തിലെ ഒരു ജ്യോത്സ്യൻ്റെ അരികിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഇവർ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഹുദൈം എന്നാണ്. ഹുദൈം എന്ന പേരുള്ള ജ്യോത്സ്യൻ്റെ അരികിലേക്ക് ഇവർ പോവുകയാണ്. ഈ ജ്യോത്സ്യൻ്റെ നാട് ഷാമിലാണ്. ഷാമിലേക്കുള്ള യാത്രയിലാണ് ഇവരുള്ളത്. അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ അബ്ദു മനാഫിൻ്റെ കൂട്ടത്തിൽ നിന്ന് 20 ആളുകളുണ്ട്. ഖുറൈശികളുടെ ബാക്കിയുള്ള ആൾക്കാരുടെ കൂടെ ഇവരല്ലാത്ത 20 ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഈ 2 സംഘങ്ങളും ഒരുമിച്ച് എന്ത് ചെയ്യാണ്, ഷാമിലേക്ക് മക്കയിൽ നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ ഷാമിലേക്കുള്ള യാത്രക്കിടയിൽ ഫക്കീർ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെയും സംഘത്തിൻ്റെയും കയ്യിലുള്ള കുടിവെള്ളം തീർന്നു. മരുഭൂമിയിലൂടെയാണ് യാത്ര, നല്ല ചൂടുള്ള സമയമാണ്, വെള്ളമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റൂല. അനാകെ ഇടങ്ങറായി. ഇവർ വെള്ളം കിട്ടാതെ ദാഹിച്ച് മരിക്കുന്നുള്ള അവസ്ഥയിലെത്തി. അങ്ങനെ അബ്ദുൽ മുത്തലിബും കൂട്ടരും ഖുറൈശികളുടെ വേറൊരു ടീമും ഒപ്പമുണ്ടല്ലോ, അവരോട് വെള്ളം ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് അത്യാവശ്യത്തിനുള്ള വെള്ളമേ ഉള്ളൂ, നിങ്ങൾക്ക് വന്ന അതേ അവസ്ഥ ഞങ്ങൾക്കും വരുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് തരാനുള്ള വെള്ളം ഞങ്ങളുടെ കയ്യിലില്ല. അങ്ങനെ ഇവർ ഉറപ്പിക്കുകയാണ്, ഈ മരുഭൂമിയിൽ നമ്മുടെ കാര്യം തീരുമാനമാകും. ഇനി നമ്മൾ മക്കയിലേക്കും എത്തൂല, ഷാമിലുള്ള ജ്യോത്സ്യൻ്റെ അരികിലേക്കും എത്തൂല, ഈ മരുഭൂമിയിൽ കിടന്നിട്ടാകും നമ്മൾ മരിക്കുക. ഞാൻ അബ്ദുൽ മുത്തലിബ് കൂടെയുള്ള ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, മാതാ തറൗൻ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? കൂടെയുള്ളവർ നിങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് അത് നമുക്ക് ചെയ്യാം. അബ്ദുൽ മുത്തലിബ് എന്താണോ പറയുന്നത് അതനുസരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇപ്പം നമുക്ക് കുറച്ച് ആരോഗ്യമുണ്ട്, ഈ ഉള്ള ആരോഗ്യം കൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും അവരുടെ കബറുകൾ കുഴിച്ചോളി, എന്നിട്ട് മരിക്കുന്നതനുസരിച്ച് ജീവനുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ബാക്കിയുള്ളവരെങ്ങനെ കുഴിച്ച് മൂടുക. അവസാനം മരിക്കുന്ന ആൾ പുറത്ത് കിടന്നാൽ ഒരാളുടെ മയ്യത്തിലാകെ ചീഞ്ഞളിഞ്ഞ് നാശമായി പോവുള്ളൂ. ഇത് എല്ലാവരും ഒരുമിച്ച് മരിച്ചാൽ ആരും കബർ കുഴിച്ചിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും പുറത്ത് കിടന്ന് ചീഞ്ഞു നാറുന്നതിനേക്കാളും നല്ലത് ഒരാൾ ചീഞ്ഞു നാറുന്നതാണല്ലോ. അപ്പം എല്ലാവരും അവർക്കുള്ള കബറുകൾ തയ്യാറാക്കിക്കോളും. അങ്ങനെ അവർ ആ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ തീരുമാനിക്കുകയാണ്. അതാണ് അബ്ദുൽ മുത്തലിബ് ആദ്യം പറഞ്ഞ തീരുമാനം. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ മനസ്സ് മാറി. അദ്ദേഹം ചിന്തിച്ചു,
എന്താ ഇപ്പോൾ അള്ളാഹു നമുക്ക് എവിടെങ്കിലും വെള്ളം ഒരുക്കി തന്നിട്ടുണ്ടാവുമല്ലോ. നമ്മൾ വെള്ളമൊന്നും അന്വേഷിക്കാതെ, വെള്ളം തേടി പോകാതെ ഈ മരുഭൂമിയിൽ കിടന്ന് മരിക്കുക എന്നുള്ള തീരുമാനം എടുത്തത് തീരെ ശരിയായില്ല. അതുകൊണ്ട് വെള്ളം അന്വേഷിക്കണം. അങ്ങനെ കൂടുതലുള്ള ആൾക്കാരോട് പറയും ഇർത്തഹിലു, നമുക്ക് യാത്ര തുടരാം, എല്ലാവരും ഒട്ടകപ്പുറത്ത് കയറിക്കോളി, നമുക്ക് വീണ്ടും യാത്ര തുടരാം. അള്ളാഹു എവിടെയെങ്കിലും നമുക്ക് വെള്ളം എടുത്തു വച്ചിട്ടുണ്ടാകും, ആ വെള്ളം നമ്മൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്യാണ്, കൂടെ ഉള്ളവരെയും കൂട്ടിയിട്ട് യാത്ര വീണ്ടും തുടങ്ങാൻ. അങ്ങനെ ഒട്ടകപ്പുറത്ത് കയറി ഒട്ടകം കാലെടുത്ത് വെച്ചു. ഒട്ടകം കാലെടുത്ത് വെച്ചപ്പോൾ ആ കാലെടുത്ത് വെച്ചെടുത്ത് എന്ത് ചെയ്യാണ്, ശുദ്ധമായ വെള്ളത്തിൻ്റെ നീരുറവ പുറപ്പെടുകയാണ്. അപ്പം അബ്ദുൽ മുത്തലിബ് തക്ബീർ ചൊല്ലി പറഞ്ഞത്, അള്ളാഹു നമുക്കിതാ വെള്ളം തന്നിരിക്കുന്നു. അവരാവശ്യത്തിനുള്ള വെള്ളം കുടിച്ചു. കൂടെയുള്ള ഖുറൈശികൾക്ക് വെള്ളം കൊടുത്തു. ഹലുമു ഇലൽ മാ ഫഖദ് സഖാന അല്ലാഹ്, നിങ്ങൾ വെള്ളത്തിൻ്റെ അരികിലേക്ക് വന്നോളി, അള്ളാഹു നമുക്ക് വെള്ളം തന്നിരിക്കുന്നു. ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ കൂടെയുള്ള ആൾക്കാർക്ക് അബ്ദുൽ മുത്തലിബിൻ്റെ ഒരു ശ്രേഷ്ഠത മനസ്സിലായി. അങ്ങനെ അവർ പറയാണ്, വല്ലാഹി ലാ നുഖാസിമുക ഫീ സംസം അബദ, ഇനി ഒരിക്കലും സംസമിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് ഞങ്ങൾ തർക്കിക്കുകയില്ല. കാരണം വെള്ളമില്ലാത്ത ഈ മരുഭൂമിയിൽ നിങ്ങൾക്ക് വെള്ളം തന്ന അള്ളാഹു തന്നെയാണ് സംസം കുഴിക്കാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളതും. അതുകൊണ്ട് സംസമിൻ്റെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യൂല, ഞങ്ങൾ നിങ്ങളോട് തർക്കിക്കയില്ല. നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം, മക്കയിലേക്ക് തന്നെ തിരിച്ചു പോകാം, ഇനിയൊരു ജ്യോത്സ്യനെയും കാണേണ്ട ആവശ്യമില്ല. അങ്ങനെ ഹുദൈമിനെ കാണാതെ അവരെന്ത് ചെയ്യാണ്, വീണ്ടും അവരുടെ നാടായ മക്കയിലേക്ക് തന്നെ തിരിച്ച് പോവുകയാണ്. അങ്ങനെയാണ് ആ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുന്നത്. ഇമാം ബൈഹഖി റഹ്മുല്ല അദ്ദേഹത്തിൻ്റെ ദലായിൻ നുബുവയിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ ഇടയിലൂടെ വായിക്കേണ്ട ഒരു കാര്യമാണ്, അബ്ദുൽ മുത്തലിബ് സംസം കുഴിക്കുന്ന സമയത്ത് എടുക്കുന്ന വിചിത്രമായൊരു തീരുമാനമുണ്ട്. അദ്ദേഹം ഒരു വിചിത്രമായൊരു നേർച്ച നേരുന്നുണ്ട്. കാരണം സംസം കുഴിക്കുന്ന സമയത്ത് ഖുറൈശികൾക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. അദ്ദേഹത്തെ പിന്തുണക്കാനും സപ്പോർട്ട് ചെയ്യാനും ആളുണ്ടായിരുന്നില്ല. ആകെ കൂടെ ഉണ്ടായിരുന്നത് മൂത്ത മകനായ ഹാരിസ് മാത്രാണ്. അപ്പോൾ ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിനോട് പറയുന്നുണ്ട്, അള്ളാഹുവേ, എനിക്കൊരു 10 ആൺമക്കളെ തന്നാൽ ആ 10 ആൺമക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ ഞാൻ എന്ത് ചെയ്യും, കഅബക്കരികിൽ വെച്ച് നിനക്ക് വേണ്ടി ബലിയറുക്കും. അത് ജാഹിലിയത്തിലുള്ള ഒരു ഏർപ്പാടാണ്. നരബലി എന്നുള്ളത് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ ജാഹിലിയത്തിൻ്റെ ആ ഇരുട്ടുന്നതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പം അങ്ങനെ ഒരു കുട്ടിയെ ഞാൻ ബലിയറുക്കും, നിനക്ക് വേണ്ടി ബലിയറുക്കും എന്നൊരു നേർച്ച അവിടെ അബ്ദുൽ മുത്തലിബ് എടുക്കുന്ന നമുക്ക് കാണാൻ പറ്റും. പിന്നീട് അദ്ദേഹത്തിന് 10 മക്കളെ തന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ 10 ആൾക്കാരെ പേര് വായിച്ചിരുന്നോ? ഇല്ല. ആ പേര് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകാം. ഒന്ന് അൽ ഹാരിസ്, അതാണ് മൂത്ത ആൾ, അൽ ഹാരിസ്. രണ്ടാമത്തെ ആള് അസുബൈർ. മൂന്നാമത്തെ ആളാണ് വില്ലൻ അബൂ ലഹബ്. നാലാമത്തെ ആള് അൽ മുഖവ്വം. അഞ്ചാമത്തെ ആള് ദിറാർ. ആറാമത്തെ ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മൂത്താപ്പ അബൂ താലിബ്. അബ്ദുൽ മുത്തലിബിൻ്റെ 6ാമത്തെ മകനാണ് അബൂ താലിബ്. 7ാമത്തെ ആള് ഹജിൽ. 8ാമത്തെ ആളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ള. 10 ആൺകുട്ടികളുടെ കൂട്ടത്തിൽ 8ാമത്തെ ആളാണ് അബ്ദുള്ള. 9ാമത്തെ ആളാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഇനി ഒരാളും കൂടിയുണ്ട്, അതാരാ? അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഏറ്റവും അവസാനത്തെ ആളാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇതിൽ അബ്ദുൽ മുത്തലിബിന് 1-ലധികം ഭാര്യമാരുണ്ട്. അതിൽ അബ്ദുള്ളയുടെ ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരന്മാരായിട്ടുള്ളത് അബൂ താലിബും സുബൈറുമാണ്. ഫാത്തിമ ബിൻറ്റ് അംബറാണ് ഇവരുടെ ഉമ്മ. ബാക്കിയുള്ളവരുടെയൊക്കെ ഉപ്പ ഒന്നാണ്. ഈ 10 മക്കളുടെയും ഉപ്പ ഒന്നാണ്, അബ്ദുൽ മുത്തലിബാണ്. എന്നാൽ ഉമ്മയിൽ മാറ്റമുണ്ട്. അബ്ദുള്ള, അബൂ താലിബ്, സുബൈർ, ഇവർ 3 ആൾക്കാരും ഒരു ഉമ്മയിൽ നിന്നുള്ളവരാണ്. ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരങ്ങളാണ്. എന്താ അറബിയിൽ പറയാം ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരങ്ങൾക്ക്? ഷക്കീഖ് അല്ലേ, ഷക്കീഖാണ്. ഇനി ഏറ്റവും ചെറിയ ആൾ ആരാണെന്നുള്ള കൂട്ടത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏറ്റവും ചെറിയ ആൾ ആരാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്.
ഇബ്നു ഇസ്ഹാഖ് റഹിമഹുള്ളയെ പോലെയുള്ളവർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ളയാണ് ഏറ്റവും ചെറിയ മകൻ എന്നുള്ളതാണ്. ഇബ്നു അസീർ റഹിമഹുള്ളയെ തലയെ പോലെയുള്ളവർ അദ്ദേഹത്തിൻ്റെ ഉസ്ദുൽ ഗാബയിലൊക്കെ പറയുന്നത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും ഇളയത് എന്നുമാണ്. അപ്പോൾ ഈ ഒരു ഓർഡർ, ഈ 10 ആൾക്കാരെ പേര് അൽ ബിദായ വൻ നിഹായയിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിമാരെ പറ്റിയിട്ടും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒന്ന് സഫിയ റളിയല്ലാഹു അൻഹയെ പറ്റിയിട്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. 2 ഉമ്മു ഹക്കീം, 3 ആതിക, 4 ഉമൈമ, 5 അർവ, 6 ബർറ. ഇങ്ങനെ 6 പെൺകുട്ടികളാണ് അബ്ദുൽ മുത്തലിബിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ നേർച്ച എന്താണ്? 10 ആൺകുട്ടികളെ തന്നാൽ ഒരു ആൺകുട്ടിയെ ഞാൻ കഅബക്കരികിൽ വന്നിട്ട് ബലി അറുക്കും, അള്ളാഹു നിനക്ക് വേണ്ടി ബലി അറുക്കും എന്നുള്ളതാണ് അബ്ദുൽ മുത്തലിബിൻ്റെ നേർച്ച. അങ്ങനെ മക്കളൊക്കെ വലുതായി അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്യാണ്? 10 ആൺകുട്ടികളെയും വിളിച്ചു വരുത്തിയിട്ട് വാപ്പാൻ്റെ നേർച്ചയെ പറ്റിയിട്ട് പറയാണ്. ഇങ്ങനെ ഒരു നേർച്ച വാപ്പ നേർന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം? അപ്പോൾ മക്കളെല്ലാവരും അംഗീകരിച്ചു, ഞങ്ങൾ ആ നേർച്ച നടപ്പിലാക്കാൻ റെഡിയാണ്. ആരാന്നൊന്നും തീരുമാനിച്ചിട്ടില്ല, ഏതെങ്കിലും ഒരാളെന്ത് ചെയ്യും? ബലിയറുക്കുന്നതാണ്. അപ്പോൾ കൈഫ നസ്നഉ, എങ്ങനെയാണ് ഈ നേർച്ച നടപ്പിലാക്കുക, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് മക്കൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു? നറുക്കിട്ടു. അങ്ങനെ നറുക്ക് വീണത് അബ്ദുള്ളക്കാണ്. നറുക്കിടുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ഒരു കൊള്ളിയിൽ പേരെഴുതിയിട്ട് തിരഞ്ഞെടുക്കുന്ന രൂപമാണ്. അത് ജാഹിലിയത്തിലുള്ളൊരു രീതിയായിരുന്നു. അവർ യാത്ര പോകുമ്പോഴും വിവാഹം കഴിക്കുമ്പോഴും ഒക്കെ അങ്ങനെ നറുക്കിട്ടിട്ടാണ് എന്ത് ചെയ്യുക, കാര്യങ്ങൾ തീരുമാനിച്ചത്. ജാഹിലിയത്തിലുള്ളൊരു അന്ധവിശ്വാസം കൂടിയാണ് അത്. അങ്ങനെ അബ്ദുള്ളയുടെ പേര് ഒരിക്കലും നറുക്കിൽ വീഴാൻ പാടില്ല എന്ന് ആരാഗ്രഹിച്ചിരുന്നു? അബ്ദുൽ മുത്തലിബ് ആഗ്രഹിച്ചിരുന്നു. കാരണം അബ്ദുൽ മുത്തലിബ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു മകൻ കൂടിയാണ് ആര്? അബ്ദുള്ള. എന്നാൽ അബ്ദുള്ളയുടെ പേരാണ് എന്ത് ചെയ്തത്? നറുക്ക് വീണത്. അങ്ങനെ അബ്ദുള്ളയെയും കൂട്ടി കത്തിയൊക്കെ മൂർച്ച കൂട്ടി അബ്ദുൽ മുത്തലിബ് കഅബക്കരികിലേക്ക് പോവുകയാണ്. ഈ ജാഹിലിയത്തിലെ അറബികളുടെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ ജാഹിലിയത്തിൽ ജീവിച്ച അറബികൾക്ക് ചില ഗുണങ്ങളുണ്ട്. അതിൽ പെട്ട ഒരു സംഗതിയാണ്, ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും. ഒരു നേർച്ച അവർ നേർന്നിട്ടുണ്ടെങ്കിൽ അതവർ പാലിച്ചിരിക്കും. അപ്പോൾ അബ്ദുള്ളയെയും കൂട്ടി കത്തിയൊക്കെ എടുത്തിട്ട് അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്യാണ്? കഅബക്കരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കഅബക്കരികിലെത്തിയപ്പോൾ ഖുറൈശികൾ തടഞ്ഞു. അവർ പറഞ്ഞു, അബ്ദുള്ളയെ അറക്കാൻ പറ്റൂല, അബ്ദുള്ളനെ അറക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. അപ്പോൾ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, ഫകൈഫ നസ്നഉ ബിനദ്രി, അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ നേർച്ച എങ്ങനെ നടപ്പിലാക്കും? അതിന് നമുക്ക് വേറൊരു വഴി കാണാം. അങ്ങനെ അവരൊരു മാർഗം പറഞ്ഞു കൊടുക്കുകയാണ്. ഹിജാസിൽ ഒരു അറാഫയുണ്ട്, ഈ ഭാവിയൊക്കെ പറയുന്ന ജ്യോത്സ്യപ്പണി എടുക്കുന്ന ഒരു പെണ്ണുണ്ട്. അവരുടെ അരികിലേക്ക് നമുക്ക് പോകാം, അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം ഉണ്ടാകും. അങ്ങനെ ഇവർ ആ ജ്യോത്സ്യപ്പെണ്ണിൻ്റെ അടുത്തെത്തി. അങ്ങനെ ആ പെണ്ണ് ചോദിക്കുകയാണ്, കമിത്തിയ തുഫീക്കും, ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ നാട്ടിലുള്ള നഷ്ടപരിഹാരം? അശ്റത്തും മിനൽ ഇബിൽ. അപ്പം അന്ന് അറബികൾക്കിടയിലുണ്ടായിരുന്ന നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ 10 ഒട്ടകങ്ങളാണ്. ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ബന്ധുക്കൾക്ക് എന്ത് ചെയ്യണം? 10 ഒട്ടകങ്ങൾ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ജ്യോത്സ്യപ്പെണ്ണ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മാർഗം കാണാം, നിങ്ങൾ നറുക്കെടുക്കുക, വീണ്ടും നറുക്കെടുക്കുന്ന ഏർപ്പാടാണ്. അപ്പോൾ ഒരു കൊള്ളിയിൽ അബ്ദുള്ളയുടെ പേരും ഒരു കൊള്ളിയിൽ 10 ഒട്ടകങ്ങളും, അങ്ങനെയാണ് നറുക്കിടാൻ പോകുന്നത്. അങ്ങനെ എപ്പോഴൊക്കെ അബ്ദുള്ളയുടെ പേര് വീഴുന്നോ അപ്പോഴൊക്കെ എന്ത് ചെയ്യുക? 10 ഒട്ടകങ്ങളെ കൂട്ടുക, എണ്ണം കൂട്ടുക. അങ്ങനെ അവസാനം ഒട്ടകങ്ങളുടെ പേര് വീഴുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നിർത്തിയിട്ട് ആ ഒട്ടകങ്ങളെ അബ്ദുള്ളക്ക് പകരം അറുക്കുകയും ചെയ്യാമെന്നാണ് തീരുമാനമായത്. അങ്ങനെ ഒന്നാമത്തെ നറുക്കിട്ടു, നറുക്ക് വീണത് അബ്ദുള്ളക്കാണ്. അപ്പോൾ 10 ഒട്ടകം എന്നുള്ള എത്രയായി? 20ആയി. മൂന്നാമത്തെ നറുക്കിട്ടു, മൂന്നാമത്തേലും വീണത് അബ്ദുള്ളയുടെ പേരാണ്, 20 30ആയി. നാലാമത്തെ ഇട്ടു, 4ഉം അബ്ദുള്ളക്കാണ്, 40ആയി. അങ്ങനെ 60ആയി, 70ആയി, 80ആയി, 90ആയി, 100ആയി. 10 തവണ നറുക്കിട്ടിട്ടും നറുക്ക് വീണത് ആരുടെ പേരിൽ തന്നെയാണ്? അബ്ദുള്ളയുടെ പേരിൽ തന്നെയാണ്. അങ്ങനെ 100 ഒട്ടകങ്ങളായപ്പോൾ അടുത്ത നറുക്കിൽ ആരുടെ നറുക്ക് വീണു? ഒട്ടകങ്ങളുടെ നറുക്ക് വീണു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറയുന്നുണ്ട്, ഞാൻ സമ്മതിക്കൂല, 3 തവണ എന്ത് ചെയ്യണം? ഒട്ടകങ്ങളുടെ പേര് വീഴണം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഉറപ്പ് വേണം, എനിക്കൊരു സമാധാനം വേണം, അങ്ങനെ ഞാൻ നിർത്തുള്ളൂ. ഞാൻ അങ്ങനെ പിന്നീട് ഇടുന്ന 3 നറുക്കിലും ഒട്ടകങ്ങളുടെ നറുക്ക് തന്നെയാണ് വീഴുന്നത്. അങ്ങനെ 100 ഒട്ടകം എന്നുള്ളത് അവിടെ
തീരുമാനമാകുകയാണ്. അങ്ങനെ അബ്ദുള്ള ഈ ബലിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. 100 ഒട്ടകങ്ങൾ എന്ത് ചെയ്യുന്നു, അബ്ദുള്ളക്ക് പകരമായിട്ട് അബ്ദുൽ മുത്തലിബ് അറുക്കുകയും ചെയ്യുന്നു. ഇത് ഇബ്നു സഅദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തൊബക്കാത്തിലൊക്കെ ഉദ്ധരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഈ ദിയ തന്നെയാണ് പിന്നീട് ഇസ്ലാമും അംഗീകരിച്ചത്. അതുവരെ 10 ഒട്ടകങ്ങൾ എന്നുള്ളതായിരുന്നു. എന്നാൽ അബ്ദുള്ളയുടെ ഈ സംഭവത്തിന് ശേഷം അത് 100 ഒട്ടകമായി. അത് ഖുറൈശികളും മക്കക്കാരും അങ്ങനെ നിലനിർത്തി പോന്നു. പിന്നീട് അത് ഇസ്ലാം അംഗീകരിക്കുകയും ചെയ്തു. ഇസ്ലാമിൽ ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ദിയയായിട്ട് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടത് 100 ഒട്ടകങ്ങൾ തന്നെയാണ്. ഇനി ഇവിടെ ഈ ഒരു സംഭവത്തിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഒരു ഹദീസായിട്ട് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും. അന ഇബ്നു ദബീഹൈൻ, ഞാൻ അറുക്കപ്പെട്ട 2 ആൾക്കാരുടെ മകനാണ്, അല്ലെങ്കിൽ അറുക്കാൻ വിധിക്കപ്പെട്ട 2 ആൾക്കാരുടെ മകനാണെന്നുള്ള നിലക്കുള്ള ഒരു ഹദീസ് പ്രചാരത്തിലുണ്ട്. ആരാണ് ഈ അറുക്കാൻ വിധിക്കപ്പെട്ട 2 ആൾക്കാർ? ഒന്ന് ഇസ്മായിൽ നബിയും 2 അബ്ദുള്ളയുമാണ്. എന്നാൽ ഈ ഹദീസ് സ്വീകാര്യോഗ്യമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, സ്ഥിരപ്പെട്ടിട്ടില്ല. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ പറയുന്നുണ്ട് സനദുഹു ലം യസ്ബുത്ത്, അതിൻ്റെ സനദ് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നു ഹാദാ ഹദീസുൻ ഗരീബുൻ ജിദ്ദ, ഇത് അങ്ങേയറ്റം ദുർബലമായ സ്വീകാര്യോഗ്യമായ ഹദീസല്ല. അതുപോലെ തന്നെ ഇമാം അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സിൽസില ദഈഫയിൽ പറയുന്നുണ്ട് ലാ അസ്ല ലഹു, ഈ ഹദീസിന് എന്തില്ല, അടിസ്ഥാനമില്ല. അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന ഇബ്നു ദബീഹൈൻ എന്ന് പറഞ്ഞ ഒരു ഹദീസ് എന്ത് ചെയ്തിട്ടില്ല, ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നുകൂടി നമ്മളിവിടെ ചേർത്ത് വായിക്കുക. അങ്ങനെ അബ്ദുള്ളക്ക് പകരം 100 ഒട്ടകങ്ങളെ അറുത്തു. ഈ 100 ഒട്ടകങ്ങൾ മക്കക്കാരും മക്കൾക്ക് പുറത്തുള്ള ആൾക്കാരൊക്കെ കഴിച്ചു, സുഭിക്ഷമായിട്ട് കഴിച്ചിട്ടും ബാക്കിയാണ്. പിന്നീട് അത് മൃഗങ്ങളും പക്ഷികളൊക്കെ കഴിച്ചു. ആ നേർച്ച ഭക്ഷണം അതിൽ അവരും പങ്കാളികളായി എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ സംഭവത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വിവരമാണെന്ത്, ഈ ജാഹിലിയത്തിലുണ്ടായിരുന്ന ജ്യോത്സ്യന്മാർക്കുണ്ടായിരുന്ന സ്ഥാനം. ഒരു പ്രശ്നം തീരുമാനമാക്കാൻ അവരെന്ത് ചെയ്യാണ്, നേരെ ജ്യോത്സ്യന്മാരുടെ അരികിലേക്കാണ് ഓടിയിരുന്നത്. ശരിക്കും ഇസ്ലാം വന്നതിന് ശേഷം, അത് ജാഹിലിയത്താണ്. ഇസ്ലാം വന്നതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ ഭാഷയിൽ എതിർത്തൊരു സംഗതിയാണ് ഈ ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് പോവുക, അവർ പറഞ്ഞത് സത്യപ്പെടുത്തുക എന്നുള്ളതൊക്കെ. ഇനി സത്യപ്പെടുത്തിയിട്ടില്ല എങ്കിലും അവരുടെ അടുക്കലേക്ക് പോകൽ തന്നെ എന്താണ് പ്രശ്നമാണ്, അവരോട് എന്തെങ്കിലും ചോദിക്കൽ തന്നെ വിഷയമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഒരു ഹദീസ് നോക്കുക. മൻ അതാ അറാഫൻ, ആരെങ്കിലും ഈ ഭാവി പറയുന്ന ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് ചെന്നു, ഫസഅലഹു അൻ ഷൈഇൻ, എന്നിട്ട് അവരോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു, ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 ലൈല, അവൻ്റെ 40 ദിവസത്തെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല എന്നാണ് പറഞ്ഞത്. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ സാലിഹ് ആലു ഷെയ്ഖ് ഹഫ്ളുള്ള പറയുന്നുണ്ട്, അവരുടെ അടുത്ത് പോയിട്ട് അവർ പറഞ്ഞത് സത്യപ്പെടുത്തൊന്നും വേണ്ട, അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ മതി. അതാണ് ഹദീസിലുള്ളത്. ഫസഅലഹു അൻ ഷൈഇൻ, എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ തന്നെ പിന്നെ എന്ത് ചെയ്യൂല, ഓൻ്റെ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കൂല എന്നാണ്. ഈ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ 40 ദിവസം നിസ്കരിക്കേണ്ടതെന്നാണോ? പിന്നെന്താ അതിൻ്റെ ഉദ്ദേശം? തൗബ ചെയ്യണോ? അതൊക്കെ 40 ദിവസം നിസ്കാരം സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തിന് എന്തില്ല, കൂലിയില്ല. ഇപ്പോൾ സമാനമായ പ്രയോഗം വേറെ നമുക്ക് കാണാൻ പറ്റും. മൻ ശരിബൽ ഖംറ വസക്കിറ, ആരെങ്കിലും മദ്യപിച്ചു, അങ്ങനെ മദ്യപിച്ചിട്ട് ലഹരിബാധയുണ്ടായി, അവൻ്റെ 40 ദിവസത്തെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല എന്നാണ് പറഞ്ഞത്. അപ്പം സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ നിർവഹിക്കേണ്ട എന്നല്ല അർത്ഥം. നിസ്കാരം അവരുടെ മേൽ നിർബന്ധമാണ്, എന്നാൽ അതിനെന്തുണ്ടാവില്ല, കൂലി ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ മഗ്രിബ് നിസ്കരിച്ച സമയത്ത് നമുക്ക് 2 കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന്, ആ മഗ്രിബ് എന്ന നിർബന്ധ ബാധ്യത നമ്മളിൽ നിന്ന് ഒഴിവായി. രണ്ടാമത്തെ കാര്യം, ആ മഗ്രിബ് നിസ്കാരത്തിന് അള്ളാഹു തരുന്ന വമ്പിച്ച കൂലി, അത് നമുക്ക് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ കിട്ടി. എന്നാൽ കാഹിൻ്റെ അടുത്ത്, ഭാവി നോട്ടക്കാരൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ ചോദിച്ചവൻ, അല്ലെങ്കിൽ കള്ളു കുടിച്ച് ലഹരിബാധ ഉണ്ടായവൻ, 40 ദിവസം നിസ്കരിച്ചാലും ആ 40 ദിവസത്തെ നിസ്കാരത്തിലൂടെ അവർക്ക് ഒരു കാര്യം കിട്ടുള്ളൂ. അതെന്താണ്? അവൻ്റെ ആ ബാധ്യത ഒഴിവാകും, പക്ഷെ അതിനെന്തുണ്ടാവില്ല, കൂലി ഉണ്ടാകൂല എന്നതാണ് വിഷയം. ഇനി ഇവന് അവിടെ പോയിട്ട് അവർ പറഞ്ഞ കാര്യം സത്യപ്പെടുത്തുകയാണെങ്കിലോ അത് കുറച്ചും കൂടി ഗൗരവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസദ്ദഖഹു ബിമാ യഖൂൽ, അവന് ചെന്നു ചോദിച്ചു, അവർ പറഞ്ഞത് സത്യപ്പെടുത്തി.
ഫഖദ് കഫറ ബിമാ അൻസലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തത് കളവാക്കിയവനാണ്, നിഷേധിച്ചവനാണ് അവൻ എന്ന് ഇബ്നു മാജ റഹിമഹുല്ല ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഈ കാഹിൻ്റെ അടുത്ത് അറാഫിൻ്റെ അടുത്തൊക്കെ പോകൽ അത് വലിയ ഷിർക്കാണോ വലിയ കുഫ്രാണോ അതല്ല ചെറിയ കുഫ്രാണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും സംഗതി ഗൗരവമുള്ള വിഷയമാണ്. അത് വലിയ കുഫ്രായാലും ചെറിയ കുഫ്രായാലും വിഷയം ഹറാമാണ്. അപ്പം അങ്ങനത്തെ ഒരു വിഷയം നമ്മുടെ ഭാഗത്തു നിന്നൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇതാണ് ഒന്നാമത്തെ സംഭവം. സംസം കിണർ അബ്ദുൽ മുത്തലിബ് കുഴിച്ചു. ആ സംസം കിണറിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അബ്ദുള്ളയെ അറക്കുന്ന ഒരു സംഭവം, അറക്കാൻ വിധിച്ച ഒരു സംഭവം കൂടിയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി രണ്ടാമത്തൊരു സംഭവം അത് ആനക്കലഹമാണ്. അത് ഭയങ്കര അത്ഭുതവും അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹുവിൻ്റെ ശക്തിയും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന സംഗതിയാണ്. അള്ളാഹു എങ്ങനെയാണ് കഅബ സംരക്ഷിച്ചത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു എങ്ങനെയാണ് ഉത്തരം നൽകിയത് എന്ന് ഈ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തും. ഇതിന് തുടക്കം അന്ന് ഹബശ ഭരിച്ചിരുന്ന രാജാവാണ് ആര്? ഹബശ ഭരിച്ചിരുന്ന രാജാവാണോ അബ്രഹത്ത്? നബിൻ്റെ കാലത്ത് സഹാബിമാർ ഹിജ്റ പോയപ്പോൾ ഹബശയിൽ ആരുണ്ടായിരുന്നത്? നജാഷിയാണ് ഉണ്ടായിരുന്നത് അല്ലേ? നജാഷി നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞത് എൻ്റെ ഓർമ്മ. നജാഷി എന്നുള്ള എന്തല്ല ഒരാളുടെ പേരല്ല അല്ല, അതൊരു സ്ഥാനപ്പേരാണ്. ഇപ്പോൾ മിസ്ർ ഭരിച്ചിരുന്ന ഭരണാധികാരികൾക്കാണ് ഫിറഔൻ എന്ന് പറയുക. മുഖൌക്കിസ് അല്ല, മിസ്രിലെ വേറെ ഭരണാധികാരികൾക്ക് പറയുന്ന പേരാണ്. കിസ്റ, കൈസർ അല്ല, റോമും പേർഷ്യയും ഭരിച്ചിരുന്ന ആൾക്കാരുടെ സ്ഥാനപ്പേരാണ് അത്. അതുപോലത്തെ ഒരു സ്ഥാനപ്പേരാണ് ഇത് നജാഷി എന്നുള്ളത്. അപ്പോൾ നബിയുടെ സ്വഹാബിമാർ ഹബശയിലേക്ക് ഹിജ്റ പോകുമ്പോഴുള്ള നജാഷി അല്ല ഇത്, അതിനു മുമ്പുള്ള നജാഷി. ആ നജാഷി എത്യോപ്യ ഹബശ ഭരിച്ചിരുന്ന സമയത്ത് ഹബശയുടെ കീഴിലുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു യമൻ. ആ യമനിലെ ഗവർണറായിരുന്നു ആര്? അബ്രഹത്ത്. അങ്ങനെ നജാഷിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അബ്രഹത്ത് എന്ത് ചെയ്യാണ്, യമനിൽ ഒരു കനീസ, ഒരു ചർച്ച് പണിയുകയാണ്. അമ്പരചുംബിയായ അതുവരെ ഇല്ലാത്ത തരത്തിലുള്ള വലിയൊരു പള്ളിയാണ്, ഒരു ക്രിസ്ത്യാനി പള്ളിയാണ് ആരുണ്ടാക്കുന്നത്? അബ്രഹത്ത് പണിയുന്നത്. അങ്ങനെ ആ പള്ളി പണിതിട്ട് അബ്രഹത്ത് നജാഷിക്കൊരു കത്തെഴുതുന്നുണ്ട്. ഇന്നി ഖദ് ബനൈതു ലക അയ്യുഹൽ മലിക് കനീസ, അല്ലയോ രാജാവേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കനീസ, ഒരു ചർച്ച് നിർമ്മിക്കുന്നുണ്ട്. മുമ്പ് ഇതുപോലത്തെ ഒരു ചർച്ച് വേറെ ആരും നിർമ്മിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കത്തെഴുതുന്നു. അതുകൊണ്ട് അറബികളുടെ ഹജ്ജ് മുടക്കിയിട്ട് ആ ഹജ്ജിന് പോകുന്ന ആൾക്കാരെയൊക്കെ എങ്ങോട്ട് കൊണ്ടുവരണം? യമനിലേക്ക് കൊണ്ടുവരണം, ഈ കനീസയിലേക്ക് എത്തിക്കണം. അങ്ങനെ എത്തിച്ചിട്ടല്ലാതെ എനിക്ക് വിശ്രമമില്ല എന്നൊക്കെയാണ് ആ കത്തിലുണ്ടായിരുന്നത്. അങ്ങനെ ഈ കത്തിലെ വിവരങ്ങൾ പുറത്തായി, അത് അറേബ്യയിലാകെ ചർച്ചയായി. അറബികളൊക്കെ എന്ത് ചെയ്തു? ഈ വിവരം അറിഞ്ഞു. അറബികളുടെ കൂട്ടത്തിൽ കിനാനക്കാരിൽപ്പെട്ട ഒരാൾ ഈ വിവരം അറിഞ്ഞു. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, അദ്ദേഹം കുടിച്ച മുലപ്പാലിൻ്റെ കൂടെ അദ്ദേഹം നുകർന്നതാണ് കഅബയോടുള്ള സ്നേഹം. അപ്പം ആ മനുഷ്യന് അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അയാൾ ഒരു രാത്രി എന്ത് ചെയ്യാണ്? ഈ പള്ളിയിലേക്ക് ചെല്ലുകയാണ്. ഈ അബ്രഹത്ത് ഉണ്ടാക്കിയ കനീസയിലേക്ക് ചെന്നു. അന്ന് രാത്രി അവിടെ മലമൂത്ര വിസർജനം നടത്തി. പള്ളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മലമൂത്ര വിസർജനം നടത്തി. പോരാത്തതിന് പുറത്തുനിന്ന് കുറേ മാലിന്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ പള്ളിയിലിട്ടു. അങ്ങനെ ഈ വിവരം അറിഞ്ഞു അബ്രഹത്ത് അറിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ. അങ്ങനെ അവിടെ വെച്ചിട്ട് അബ്രഹത്ത് എടുക്കുന്ന തീരുമാനമാണ്, ഇനി മക്കയിലുള്ള കഅബ പൊളിച്ചിട്ടല്ലാതെ എനിക്ക് വിശ്രമമില്ല. അതിനു മുമ്പ് കഅബ പൊളിക്കാൻ ആരും തീരുമാനിച്ചിട്ടില്ല, അബ്രഹത്ത് തീരുമാനിച്ചിട്ടില്ല. കഅബയിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ എങ്ങോട്ട് കൊണ്ടുവരണം? യമനിലേക്ക് കൊണ്ടുവരണം. അവരുടെ ഹജ്ജ് മുടക്കണമെന്ന് ആര് തീരുമാനിച്ചിട്ടുള്ളൂ? അബ്രഹത്ത് തീരുമാനിച്ചിട്ടുള്ളൂ. അപ്പം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വേറൊരു പാഠാണ്, ഒരുത്തരുണ്ടാക്കി വെക്കുന്ന അവിവേകം, ഒരാളുടെ അവിവേകം കൊണ്ട് മൊത്തം ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് പിന്നെ വരാൻ പോകുന്നത്. അങ്ങനെയാണ് അബ്രഹത്ത് എന്ത് ചെയ്യുന്നത്? കഅബ പൊളിക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ചരിത്രത്തിൽ കാണാം, 9 അല്ലെങ്കിൽ 10 ആനകളുള്ള ഒരു സൈന്യം, ആ സൈന്യത്തെയും വലിയൊരു സൈന്യത്തെയും കൂട്ടിയിട്ടാണ് അബ്രഹത്ത് എന്ത് ചെയ്യുന്നത്? യമനിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെടുന്നത്. ഈ ആനകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയൊരു ആനയെ, ഒരു
ഭീകരനായ ഒരു ആനയെ ആര് സെലക്ട് ചെയ്തിട്ടുണ്ട്? അബ്രഹത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് മഹ്മൂദ് എന്നാണ്. ആ ആനയുടെ പേര് മഹ്മൂദ് എന്നാണ്. ആ ആനപ്പുറത്താണ് അബ്രഹത്ത് ഉള്ളത്. അങ്ങനെ ഇവർ യാത്ര തുടങ്ങുകയാണ്. അറബികൾ ഈ വിവരം അറിഞ്ഞു. അവർക്കൊരു ഇടുത്തിയായിരുന്നു ഇത്. കാരണം കഅബ പൊളിക്കാനാണ് അബ്രഹത്തും കൂട്ടരും വരുന്നത്. പോരാത്തതിന് ഇവരുടെ കൂടെ എന്തുണ്ട്? ആനകളുണ്ട്. ഈ ആനകൾ എന്നുള്ള അറബികൾക്ക് പരിചയമുള്ള ഒരു സംഗതിയല്ല. ഒരു കുറേ യുദ്ധങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ജാഹിലിയത്തിൻ്റെ യുദ്ധങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ആ യുദ്ധങ്ങളിൽ നിന്ന് ആരില്ല? ആനല്ല. അപ്പം ആനകളോട് ഏറ്റുമുട്ടിയിട്ടുള്ള ഒരു പരിചയം അറബികൾക്കില്ല. ഈ ആനയെ പറ്റി പറയുമ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാഹു തആലയുടെ സദസ്സിലുണ്ടാകുന്ന ഒരു രസകരമായ സംഭവമുണ്ട് അല്ലേ. യഹ്യ ലൈസി റഹിമഹുല്ലാ, മദീനയിൽ ഒരിക്കൽ ആന വന്നു ഞാൻ. അപ്പോൾ ഇമാം മാലിക്കിൻ്റെ സദസ്സിൽ കുറേ കുട്ടികളുണ്ട്, ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ. അപ്പോൾ ആന വന്നിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ എല്ലാവരും ഇറങ്ങി ഓടിയെന്നാണ്. കാരണം മദീനക്കാർക്ക് ആന എന്നുള്ള എന്താണ്? കൗതുകമാണ്. ഒരു കണ്ടിട്ടില്ല മുമ്പ്. അവരെല്ലാവരും ഓടിപ്പോയി. ഒരാൾ മാത്രം ഇമാം മാലിക് റഹിമഹുല്ലാഹു തആലയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. യഹ്യ അല്ലൈസി. അദ്ദേഹം സ്പെയിനുകാരനാണ്. ഉന്ദുലുസിൽ നിന്ന് ഇമാം മാലിക്കിൻ്റെ സദസ്സിൽ വന്ന വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇമാം മാലിക് എല്ലാവരും പോയപ്പോൾ ചോദിച്ചു, അല്ല നീ പോകുന്നില്ലേ? ഇല്ല, ഞാൻ പോകുന്നില്ല. നീ മുമ്പ് ആനനെ കണ്ടിക്കണോ? ഇല്ല, ഞാൻ മുമ്പ് ആനനെ കണ്ടിട്ടില്ല. പിന്നെന്താ പോവാത്തത്? ഞാൻ മദീനയിലേക്ക് വന്നത് ആനനെ കാണാനല്ല, ഇമാം മാലിക്കിനെ കാണാനാണ് എന്ന് യഹ്യ അല്ലൈസി റഹിമഹുല്ല മറുപടി കൊടുക്കുന്ന നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പം ഈ ആന എന്നത് അറബികൾക്ക് പരിചയമുള്ള ഒരു സംഗതിയല്ല. അപ്പം ഈ വിവരമൊക്കെ അറിഞ്ഞിട്ട് ഇവരാകെ ബേജാറായിട്ട് നിൽക്കുകയാണ്. അബ്രഹത്തും കൂട്ടരും വരുന്ന സമയത്ത് തന്നെ അവരെ നേരിടാൻ പല സംഘങ്ങളും പോകുന്നുണ്ട്. യമനിലെ തന്നെ ഒരു ഭരണാധികാരിയായിരുന്ന ദൂ നഫർ, അദ്ദേഹത്തിൻ്റെ സംഘത്തെയും കൂട്ടിയിട്ട് അബ്രഹത്തിനെയും കൂട്ടരെയും നേരിടുന്നുണ്ട്. എന്നാൽ അത് വലിയൊരു സൈന്യമാണ് അബ്രഹത്തിൻ്റെ കൂടെ ഉള്ളത്. ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, ഇവർ പരാജയപ്പെട്ടു. അങ്ങനെ ദൂ നഫറിനെ അബ്രഹത്ത് ബന്ദിയാക്കിയിട്ട് കൂടെ കൂട്ടുന്നുണ്ട്. കഅബ തകർക്കാൻ പോകുന്ന ആ കാഴ്ചക്ക് നീയും സാക്ഷിയായിക്കോ എന്ന് പറഞ്ഞിട്ട് അബ്രഹത്ത് ദൂ നഫറിനെയും കൂടെ കൂട്ടിയിട്ടാണ് പിന്നെ പോകുന്നത്. അങ്ങനെ യാത്രയിൽ വെച്ചിട്ട് ഷഹ്റാൻ, നാഹിസ് ഗോത്രങ്ങളൊക്കെ അബ്രഹത്തിനെ നേരിടുന്നു, ഏറ്റുമുട്ടുന്നു. അവരൊക്കെ പരാജയപ്പെടുന്നു. ഈ ഗോത്രങ്ങളുടെ നേതാവായ നുഫൈൽ ഇബ്നു ഹബീബിനെയും അബ്രഹത്ത് എന്ത് ചെയ്യുന്നു? ബന്ദിയാക്കുന്നു. അങ്ങനെ അവർ യാത്ര ത്വായിഫിലെത്തി. അബ്രഹത്തും കൂട്ടരും ത്വായിഫിലെത്തി. അപ്പൊ ത്വായിഫുകാർ കാര്യമായിട്ടൊരു പ്രതിരോധം ഒരുക്കുന്നതാണ് ആര് വിചാരിച്ചത്? അബ്രഹത്ത് വിചാരിച്ചത്. കഅബ പൊളിക്കാൻ വരികയാണല്ലോ. അപ്പൊ ത്വായിഫുകാരെ നമ്മൾ ശരിക്കൊന്ന് നേരിടേണ്ടി വരുന്നതാണ് അബ്രഹത്ത് കരുതിയിരുന്നത്. എന്നാൽ അബ്രഹത്തിന് തെറ്റി. അബ്രഹത്ത് ചെന്ന് മസ്ഊദ് ബിനു മുഅത്തിബ് അസ്സഖഫി, ത്വായിഫിലെ പ്രധാനപ്പെട്ട ഗോത്രമാണ് സഖീഫ് ഗോത്രം, അവരുടെ നേതാവാണ് മസ്ഊദ്. അപ്പം അദ്ദേഹത്തെ ചെന്ന് കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, ഇന്നമാ നഹ്നു അബീദുക് സാമിഊന ലക മുതീഊൻ, ഞങ്ങൾ നിങ്ങളെ കീഴിൽ നിൽക്കുന്നവരാണ്. നിങ്ങൾ എന്താണോ പറയുന്നത് നമ്മൾ കേൾക്കും, നിങ്ങൾ പറയുന്നത് അനുസരിക്കാൻ നമ്മൾ റെഡിയാണ്. ലൈസ ഇൻദനാ ലക ഖിലാഫ്, നിങ്ങളോട് നമുക്കൊരു വിയോജിപ്പും ഇല്ല. നിങ്ങൾ കഅബ പൊളിക്കാൻ വന്നല്ലേ, ആ കഅബ പൊളിച്ചിട്ട് നിങ്ങൾ പൊയ്ക്കോളി. കാരണം ത്വായിഫുകാർക്ക് അവിടെ വേറെ പള്ളിയുണ്ട്. ത്വായിഫുകാരുടെ പള്ളിയാണ് ലാത്ത് എന്നുള്ള പേരിൽ, ലാത്തയുടെ പേരിൽ എന്തുണ്ട്? അവർക്ക് വേറൊരു പള്ളിയുണ്ട്. ആ പള്ളിയെ കഅബയെ പോലെയാണ് ആര് കണ്ടിരുന്നത്? ത്വായിഫുകാർ കണ്ടിരുന്നത്. അപ്പം കഅബ പൊളിക്കാൻ വന്ന ആൾക്കാർക്ക് എല്ലാ പിന്തുണയും കൊടുക്കുകയാണ് ശരിക്കും ത്വായിഫുകാർ ചെയ്തത്. ഇതിനൊക്കെ പുറമെ വരെന്ത് ചെയ്തു? ഒരാളെ വഴികാട്ടിയായിട്ട്, മക്കയിലേക്കുള്ള വഴികാട്ടിയായിട്ട് അബ്രഹത്തിൻ്റെ കൂടെ അയക്കുകയും ചെയ്തു എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് അബൂ റിഗാൽ എന്നാണ്. അബൂ റിഗാൽ എന്ന ഒരാളെ വഴികാട്ടിയായിട്ട് അയച്ചു. അങ്ങനെ മുഹമ്മസ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ തമ്പടിച്ചു. മക്കക്കും ത്വായിഫിനും ഇടയിലുള്ള സ്ഥലമാണ് മുഹമ്മസ്. അവിടെ അബ്രഹത്തും കൂട്ടരും തമ്പടിച്ചു. അപ്പോൾ ഈ വിവരമൊക്കെ അറിഞ്ഞിട്ട് ഖുറൈശികൾ ആദ്യം കിനാനക്കാരെയും ഹുദൈലുകാരെയും കൂട്ടിയിട്ട് ഒന്ന് നേരിട്ട് നോക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ സൈന്യത്തിൻ്റെ ശക്തിയും ഇവരുടെ ദുർബലതയൊക്കെ കണ്ടിട്ട് ഇവർ പിന്നെ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് മാറുകയാണ് ചെയ്തത്. നമ്മൾ പോരാടിയാൽ എവിടെ എത്തൂല എന്നവർക്ക് മനസ്സിലായി. അത് പിന്നെ അബ്രഹത്ത് എന്ത് ചെയ്യാണ്? മക്കക്കാരുടെ സമ്പത്ത് കൊള്ളയടിക്കാനുള്ള കൽപ്പന കൊടുക്കുകയാണ്. ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ അബ്രഹത്തിൻ്റെ ആളുകൾ വരുന്നു. അവർ മക്കക്കാരുടെ സമ്പത്തൊക്കെ കൊള്ളയടിച്ചിട്ട് തിരിച്ചു പോരുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് ആരുടെ ഒട്ടകങ്ങൾ പെട്ടത്? അബ്ദുൽ മുത്തലിബിൻ്റെ 200 ഒട്ടകങ്ങളും പെട്ടുപോകുന്നത്. അങ്ങനെ പിന്നെ അബ്രഹത്ത് ഹുനാത്ത അൽ ഹിംയരി എന്നൊരാളെ പ്രതിനിധിയായിട്ട് മക്കയിലേക്ക് അയക്കുകയാണ്. ഹുനാത്തയോട് പറഞ്ഞു, നിങ്ങൾ മക്കക്കാരുടെ നേതാവിനെ ചെന്ന് കാണണം, അവരോട് വിവരങ്ങൾ പറയണം. നമ്മൾ വന്നത് യുദ്ധത്തിനല്ല, നിങ്ങളോട്
ഏറ്റുമുട്ടി പോരാടി നിങ്ങളെ നശിപ്പിക്കാനല്ല നമ്മൾ വന്നത്. നമുക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, അതെന്താണ്? കാബ തകർക്കണം. കാബ തകർത്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോരും. ഏറ്റുമുട്ടിയിട്ടില്ല എങ്കിൽ, നിങ്ങൾ ഞങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളോടും ഞങ്ങൾ എന്ത് ചെയ്യൂല? യുദ്ധം ചെയ്യൂല. അങ്ങനെ ഹുനാത്ത വന്ന് അബ്ദുൽ മുത്തലിബിനെ കണ്ടു. അവർ കൂടിയിരുന്നു, സംസാരിച്ചു, വിവരങ്ങൾ കൈമാറി. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, വല്ലാഹി മാ നുരീദു ഹർബഹു, ഞങ്ങളും അബ്രഹത്തിനോട് യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. വമാ ലനാ ബിദാലിക മിൻ താഖ, ഞങ്ങൾക്കതിന് കഴിയൂല. ഹാദാ ബൈത്തുല്ലാഹിൽ ഹറാം, ഈ കഅബ അത് അള്ളാഹുവിൻ്റെ വീടാണ്. വബൈത്തു ഖലീലിഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീടാണ്. അള്ളാഹു ഈ ഭവനം സംരക്ഷിക്കും, അള്ളാഹു ഇത് സംരക്ഷിക്കും. ഇനി അതല്ല അള്ളാഹു അത് വിട്ടുതരികയാണെങ്കിൽ അത് തടുക്കാനും ഞങ്ങൾക്ക് പറ്റൂല. അങ്ങനെ ഹുനാത്ത ഈ സംസാരമൊക്കെ കേട്ടിട്ട് അബ്ദുൽ മുത്തലിബിനെയും കൂട്ടിയിട്ട് അബ്രഹത്തിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നേരത്തെ അബ്രഹത്ത് ബന്ദിയാക്കി പിടിച്ച ദൂനഫർ എന്ന ആള് അബ്ദുൽ മുത്തലിബിൻ്റെ ഒരു കൂട്ടുകാരൻ കൂടിയാണ്, പരിചയക്കാരൻ കൂടിയാണ്. അങ്ങനെ ദൂനഫറിനെ ചെന്ന് കാണാൻ പറ്റുമോ നോക്കി. അത് ചെന്ന് കണ്ടു. ദൂനഫറിനോട് സംസാരിച്ചു, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇതിന്ന് കഅബയെ സംരക്ഷിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പം ദൂനഫർ പറഞ്ഞു, എനിക്കെന്താ ചെയ്യാൻ പറ്റുക? രാവിലെ വൈകുന്നേരം എപ്പോഴാണ് ഇന്ന തീരുമാനമാക്കാന്ന് പറയാൻ പറ്റില്ല. ഇവരുടെ കൂട്ടത്തിലൊരു ബന്ദിയായി കഴിയുന്ന എനിക്ക് എങ്ങനെ നിങ്ങളെ സഹായിക്കാൻ പറ്റും? എന്നാൽ ഈ ആനകളൊക്കെ നിയന്ത്രിക്കുന്ന ഉനൈസ് എന്ന ആൾ എൻ്റെ പരിചയക്കാരനാണ്, അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം, അദ്ദേഹം അബ്രഹത്തിനോട് ശുപാർശ പറഞ്ഞേക്കാം. അങ്ങനെ ഉനൈസിനോട് ഇവർ സംസാരിക്കുന്നു. ഉനൈസ് ചെന്ന് അബ്രഹത്തിനോട് ശുപാർശ പറയുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിൻ്റെ മുന്നിലേക്ക് വരികയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അബ്ദുൽ മുത്തലിബ് ആ കാഴ്ചയിൽ തന്നെ നല്ല ഗാംഭീര്യമുള്ള ഒരാളാണ്, നല്ല സൗന്ദര്യമുള്ള ആഠിത്യമുള്ള ഒരാളാണ് അബ്ദുൽ മുത്തലിബ്. അപ്പോൾ അബ്ദുൽ മുത്തലിബിനെ കണ്ടപ്പോൾ തന്നെ അബ്രഹത്തിനൊരു മതിപ്പ്, നല്ല ഭംഗിയുള്ള നല്ല ഗാംഭീര്യം തോന്നിക്കുന്ന ഒരാളാണ് കയറി വരുന്നത്. സാധാരണ ഈ വരുന്ന ആൾക്കാരൊക്കെ ഇയാളുടെ കാൽച്ചുവട്ടിൽ ഇരുന്നിട്ടാണ് വർത്താനം പറയുക. എന്നാൽ അബ്രഹത്തിന് അബ്ദുൽ മുത്തലിബിനെ കാൽച്ചുവട്ടിൽ ഇരുത്തി വർത്താനം പറയാൻ മടിയായി. എന്നാൽ കൂടെ കസേര കയറ്റി ഇരുത്താൻ പറ്റുമോ? അത് ബാക്കിയുള്ളവർ കണ്ടാൽ മോശമാണല്ലോ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ അബ്ദുൽ മുത്തലിബിൻ്റെ അരികിലേക്ക് അബ്രഹത്തെ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെയാണ് അവർ സംസാരിക്കുന്നത്. അത്രത്തോളം അബ്രഹത്തിൻ്റെ മനസ്സിനെ ആര് സ്വാധീനിച്ചു? അബ്ദുൽ മുത്തലിബിൻ്റെ ആ ഒരു അപ്പിയറൻസ് സ്വാധീനിച്ചു എന്നാണ്. അങ്ങനെ അവർ സംസാരിക്കാൻ. ഇവിടെ കൂടെ തർജുമാനുണ്ട്, ഈ പരിഭാഷ നടത്താൻ ഒരാൾ ഒപ്പുണ്ട്. അബ്രഹത്ത് ചോദിച്ചു, കുല്ലഹു ഹാജ, എന്താണ് അവരുടെ ആവശ്യമെന്ന് ചോദിക്കൂ. അപ്പോൾ അബ്ദുൽ മുത്തലിബ് ഇത് കേട്ട ഉടനെ പറഞ്ഞത്, ഇതിൻ്റെ ഒരു 200 ഒട്ടകങ്ങളെ നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്, ആ ഒട്ടകങ്ങളെ എനിക്ക് നിങ്ങൾ വിട്ടു തരണം എന്നാണ്. അപ്പോൾ അബ്രഹത്ത് ആകെ ഷോക്കായി പോയി, ഇയാളെന്ത് വർത്താനാണ് ഈ പറയുന്നത്? നമ്മൾ കഅബ പൊളിക്കാൻ വന്നതാണ്, കഅബ പൊളിക്കാൻ വന്നിട്ട് അതിനെ പറ്റിയിട്ട് ഒരു വർത്താനം പറയാതെ ഇയാളുടെ 200 ഒട്ടകത്തെ പറ്റിയിട്ടാണ് എന്ത് എന്ന് ഇയാൾ പറയുന്നത്. അബ്രഹത്ത് തുറന്ന് പറഞ്ഞു, നിങ്ങളെ കണ്ടപ്പോൾ എനിക്കൊരു ഗാംഭീര്യം തോന്നിയിരുന്നു, പക്ഷെ നിങ്ങൾ വർത്താനം പറഞ്ഞപ്പോൾ എല്ലാ മതിപ്പും പോയി. ഞങ്ങൾ വന്നത് കഅബ തകർക്കാനാണ്. അത് നിങ്ങളുടെ ദീനല്ലേ, നിങ്ങളുടെ ഉപ്പമാരുടെ പിതാക്കന്മാരുടെ ദീനല്ലേ, അത് തകർക്കാനാണ് ഞങ്ങൾ വന്നത്. അതിനെ പറ്റിയിട്ട് ഒന്നും പറയാതെ ഈ 200 ഒട്ടകങ്ങളെ പറ്റിയിട്ടാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പം അബ്ദുൽ മുത്തലിബ് പറയാണ്, ഇന്നി അന റബ്ബുൽ ഇബിൽ, ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണ്. വ ഇന്നലിൽ ബൈത്തി റബ്ബൻ സയംനഉഹു, ഈ വീടിന് വേറൊരു റബ്ബുണ്ട്, കഅബക്ക് വേറൊരു റബ്ബുണ്ട്, അവനെന്തെയും ആ കഅബയെ സംരക്ഷിക്കും. അപ്പോൾ ഈ വർത്താനം കേട്ടപ്പോൾ അബ്ദുൽ മുത്തലിബിനോട് അബ്രഹത്ത് പറഞ്ഞു, ഓർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് സംരക്ഷിക്കാൻ പറ്റൂല, ഓൻക്ക് ആ വീട് സംരക്ഷിക്കാൻ പറ്റൂല. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അത് നിങ്ങളും അവരും തമ്മിലുള്ള വിഷയമാണ്, നീയും അള്ളാഹും തമ്മിലുള്ള വിഷയമാണ്, അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, എനിക്കെൻ്റെ ഒരു 200 ഒട്ടകത്തെ കിട്ടിയാൽ മതി എന്നാണ്. ഞാൻ അബ്രഹത്ത് എന്ത് ചെയ്തു, ആ 200 ഒട്ടകങ്ങളെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. ആ 200 ഒട്ടകങ്ങളെയും അബ്ദുൽ മുത്തലിബ് ബലിമൃഗമായിട്ട് പ്രഖ്യാപിക്കാൻ, ബലിമൃഗമായിട്ട് നിശ്ചയിക്കുന്നു, അതിൻ്റെ കഴുത്തിൽ അടയാളം വെക്കുന്നു. അറബികൾ ഈ ബലിമൃഗമായിട്ട് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂഞ്ഞ കീറുന്നാൻ, രക്തം പുറത്തു വരുന്ന നിലക്ക് അതിൻ്റെ പൂഞ്ഞ കീറും, ബലിമൃഗമാണെന്നുള്ള അടയാളമായിട്ട്. എന്നിട്ട് ആ 200 ഒട്ടകങ്ങളെയും കയറയച്ചിട്ട് ഹറമിൻ്റെ പരിസരങ്ങളിൽ വിട്ടുന്നാൻ. കാരണം ഹറമിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഒരു മൃഗത്തെ ആക്രമിച്ച് അതിനെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു സംഗതിയല്ല, അള്ളാഹുവിൻ്റെ കോപം അവരുടെ മേലെ ഇറങ്ങുന്നുള്ളൊരു വിശ്വാസം കൂടി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 200 ഒട്ടകങ്ങൾ എന്ത് ചെയ്തത്, അങ്ങനെ കയറൂരി വിട്ടത്. അങ്ങനെ കഅബയുടെ വാതിൽ പിടിച്ചിട്ട് അബ്ദുൽ മുത്തലിബ് നടത്തുന്ന
അങ്ങനെ മക്കയിലെ താമസക്കാരായ ആളുകൾക്കൊക്കെ അബ്ദുൽ മുത്തലിബ് നിർദ്ദേശം കൊടുക്കുകയാണ്, എല്ലാവരും മലകളുടെ മുകളിലേക്ക് കയറണം. കാരണം ഇവരെ നേരിടാനുള്ള ശക്തിയും ശേഷിയും നമുക്കില്ല. രക്ഷപ്പെടണമെങ്കിൽ എല്ലാവരും മലയുടെ മുകളിലേക്ക് കയറണം. അങ്ങനെ മക്കയിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ മലയുടെ മുകളിലേക്ക് കയറുകയാണ്. അങ്ങനെ മക്ക വിട്ടു പോകുന്നതിന് മുമ്പ് കഅബയുടെ വാതിലിൽ പിടിച്ചിട്ട് അബ്ദുൽ മുത്തലിബ് നടത്തുന്ന പ്രാർത്ഥന ഒരു കവിതാ രൂപത്തിൽ അൽ ഉലൂൽ മക്നൂൻ എന്ന ഗ്രന്ഥത്തിലൊക്കെ നമുക്ക് കാണാം. അല്ലാഹുമ്മ ഇന്നൽ മർഅ യംനഉ റഹ്ലഹു ഫംനഅ റിഹാലക്. അല്ലാഹുവേ, ഒരാളുടെ വീട് ആക്രമിക്കാൻ വന്നാൽ അയാളുടെ വീട് സംരക്ഷിക്കും, നിന്റെ വീട് നീ സംരക്ഷിക്കണമേ. ലാ യഗ്ലിബന്ന സ്വലീബുഹു വമഹാലുഹും അദ്വം മഹാലുക്. അവരുടെ കുരിശും അവരുടെ തന്ത്രങ്ങളും നാളെ പ്രഭാതത്തിൽ നിന്റെ തന്ത്രങ്ങളെ അതിജയിക്കാതിരിക്കട്ടെ. ഇൻ കുൻത താരികഹും വഖിബ്ലതന, ഇനി നീ ഞങ്ങളുടെ കിബിലയെയും അവരെയും വെറുതെ വിടുകയാണെങ്കിൽ ഫഅംറും മാ ബദാലക്, അത് നിന്റെ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന് അടുത്ത ദിവസം പ്രഭാതത്തിൽ അബ്രഹത്ത് സൈന്യത്തൊക്കെ ഒരുക്കി കഅബ തകർക്കാൻ പ്രത്യേകമായിട്ട് നിശ്ചയിക്കപ്പെട്ട ആനയൊക്കെ സജ്ജമാക്കി അവർ വീണ്ടും കഅബക്കരികിലേക്ക് നീങ്ങാൻ. മിനയുടെയും മുസ്ദലിഫയുടെയും ഇടയിലെ മുഹസ്സിർ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആന മുട്ടുകുത്തി. ഇവർ കൊണ്ടുവന്ന ആന മുട്ടുകുത്തി. ആ ആന അനങ്ങുന്നില്ല. ഈ തക്കത്തിൽ ബന്ദിയായി പിടിക്കപ്പെട്ട നുഫൈൽ ഇബ്നു ഹബീബ് ജീവനം കൊണ്ട് ഓടുന്നതും മക്കക്കാരുടെ കൂടെ മലമുകളിൽ കയറുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഈ ആനയെ ഷാമിൻ്റെ ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആന വേഗത്തിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ യമനിൻ്റെ ദിശയിലേക്ക് തിരിക്കുമ്പോഴും ആന വേഗത്തിൽ നടക്കുന്നു. മശ്രിക്കിൻ്റെ ഭാഗത്തേക്ക് തിരിക്കുമ്പോഴും ആന വേഗത്തിൽ നടക്കുന്നുണ്ട്. കഅബയുടെ ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ ഉടൻ എന്ത് ചെയ്യാണ്? ആന മുട്ടുകുത്തുകയാണ്. മക്കയുടെ ഭാഗത്തേക്ക് ഒരിക്കലും ആന എന്ത് ചെയ്യുന്നില്ല? നടക്കുന്നില്ല. ആന അവിടെ നിന്നു. ഈ സമയത്താണ് അള്ളാഹു ആരയക്കുന്നത്? അബാബീൽ പക്ഷികളെ അയക്കുന്നത്. അബാബീൽ പക്ഷികൾ എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷിയുടെ പേരല്ല. എന്താ അബാബീൽ എന്ന് പറഞ്ഞാൽ? കൂട്ടം കൂട്ടമായി തുടരെ ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്ന അർത്ഥമാണ് അബാബീൽ എന്നുള്ളതിനുള്ളത്. അതല്ലാതെ ഒരു പ്രത്യേക തരം പക്ഷി എന്ന് പറഞ്ഞാൽ ആ പക്ഷിയുടെ പേരെന്തല്ല, അബാബീൽ എന്നല്ല. അബാബീൽ എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടമായി ഒന്നിനു പുറകെ ഒന്നായി എന്നുള്ള അർത്ഥമാണ് ഉള്ളത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു പക്ഷിയുടെ കയ്യിൽ 3 കല്ലുകളുണ്ട് എന്നാണ്. 2 അവരുടെ കാലുകളിലും 1 അവരുടെ ചുണ്ടിലും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ തഫ്സീർ പറയുന്നുണ്ട്, ആ കല്ല് തലയിലൂടെ വീണാൽ ശരീരം തുളഞ്ഞ് ഓട്ടയായിട്ട് താഴെ എത്തുന്നാണ്. അത്ര ശക്തിയുള്ള കല്ലാണ്. എന്നാൽ ചെറിയ കല്ലാണ്, വലിയ വലുപ്പത്തിലുള്ള കല്ലൊന്നല്ല, ചെറിയ കല്ലുകളാണെന്നാണ്. അങ്ങനെ 3 കല്ലുകൾ വഹിക്കുന്ന അബാബീൽ കൂട്ടമായിട്ട് തുടരെ അള്ളാഹു പക്ഷികളെ അയച്ചു. മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം പക്ഷികളായിരുന്നു അത് എന്ന് സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് തഫ്സീറിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആ കല്ല് തട്ടുന്ന ഭാഗം എന്ത് ചെയ്യും? അത് മുറിഞ്ഞു പോകും, അത് നശിച്ചു പോകും. അങ്ങനെ അവിടെ വരുന്ന ഭൂരിഭാഗം സൈന്യത്തെ എന്തെച്ചു അവിടെ വെച്ചിട്ട് തന്നെ അള്ളാഹു നശിപ്പിച്ച് കളഞ്ഞു. കുറച്ച് ആൾക്കാർ പേടിച്ച് ജീവനും കൊണ്ട് ഓടി. അവർക്ക് വഴി അറിയില്ല. എന്നാൽ വഴി ചോദിച്ചിട്ട് പിന്നെ ആരെ തിരയുന്നുണ്ട്? നുഫൈൽ ഇബ്നു ഹബീബിനെ തിരയുന്നുണ്ട്. നുഫൈൽ ഇബ്നു ഹബീബിനെ വഴി അറിയാനും കൂടി ഒപ്പം കൂട്ടിയാണ്. അപ്പം നുഫൈൽ ഇബ്നു ഹബീബ് അവരെ കളിയാക്കി പരിഹസിച്ച് മലമുകളിൽ നിന്ന് പാട്ട് പാടുന്നതും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറച്ചാൾക്കാരൊക്കെ വഴി അറിയാതെ ഓടി മരുഭൂമിയിലൊക്കെ പെട്ട് ദാഹിച്ച് വലഞ്ഞ് മരുഭൂമിയിൽ വെച്ച് മരിച്ചവരും ഉണ്ട്. അബ്രഹത്തിനൊരു രോഗം ബാധിച്ചു എന്നാണ്. ഇതോടുകൂടി അബ്രഹത്തിനൊരു രോഗം ബാധിച്ചു. ഓരോ വിരലും എന്ത് ചെയ്യാണ്? മുറിഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരുവിധം കൂടുതലുള്ള ആൾക്കാർ അബ്രഹത്തിനെ എവിടെ എത്തിക്കുന്നുണ്ട്? സൊനആയിൽ എത്തിക്കുന്നുണ്ട്. യമനിലെ സൊനആയിൽ എത്തിക്കുന്നുണ്ട്. സൊനആയിൽ എത്തുമ്പോഴേക്കിനും ഒരു ചെറിയ പക്ഷിക്കുഞ്ഞിൻ്റെ അത്ര ആയിരുന്നു ആര്? അബ്രഹത്ത് എന്നാണ്. അവൻ്റെ ഹൃദയം വരെ നെഞ്ചിൽ നിന്ന് പുറത്തു വന്നു. വളരെ വികൃതമായ നിലക്കാണ് അബ്രഹത്ത് മരണപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതാണ് ആനക്കലഹ സംഭവത്തിൻ്റെ ചരിത്രം. അള്ളാഹു സൂറത്തു അൽ ഫീലിലൂടെ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ. ആനക്കാരെ എന്താണ് നിന്റെ റബ്ബ് ചെയ്തത് എന്ന് നീ കണ്ടില്ലേ? അവരുടെ തന്ത്രത്തെ അവൻ തെറ്റിച്ച് കളഞ്ഞില്ലേ? ഫജഅല വഅർസല അലൈഹിം
തൈറൻ അബാബീൽ, അവരുടെ മേൽ അബാബിൽ കൂട്ടം കൂട്ടമായിട്ട് അവൻ പക്ഷികൾ അയച്ചു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, സിജ്ജീലിൽ നിന്നുള്ള കല്ലുകൾ അവരുടെ മേൽ എറിഞ്ഞു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, തിന്നപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ അവരെ ആക്കി തീർത്തു എന്ന് അള്ളാഹു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അള്ളാഹുവിൻ്റെ ഭവനത്തെ എങ്ങനെ സംരക്ഷിക്കുമെന്ന ഒരു വലിയ പാഠമാണ് ആനക്കലഹ വർഷം നമുക്ക് സമ്മാനിക്കുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് ഒരു മുന്നൊരുക്കം. ഇപ്പം നബി ജനിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, സംസം വീണ്ടും കുഴിക്കപ്പെട്ടു. ഖുറൈശികൾക്ക് തന്നെ കഅബയുടെ അധികാരം തിരിച്ചു കിട്ടി. മദീനയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കുടുംബ ബന്ധമുണ്ടായി. ആനക്കലഹ സംഭവം നടന്നു. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ജനനത്തിൻ്റെ ഒരു മുന്നൊരുക്കം കൂടിയായിട്ട് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. വലിയൊരു സംഭവത്തോടു കൂടി ഖുറൈശികളുടെ റേഞ്ച് മാറി. ഒരു അറബികളും പുറമെയുള്ള ആൾക്കാരൊക്കെ അവരെ കൂടുതൽ ആദരിക്കാനും ബഹുമാനിക്കാനും തുടങ്ങി. അവർ അള്ളാഹുവിൻ്റെ ആളുകളാണ്, അവരോട് കളിച്ചാൽ അത് പ്രശ്നമാണ്, അവർ കഅബയുടെ ആളുകളാണ്. അതുപോലെ തന്നെ കഅബയെ പറ്റിയിട്ടും അറബികൾക്കും പുറം നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഒരു ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടായി എന്നതാണ്. ഇത് ശരിക്കും അറബികൾക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം മുമ്പ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ പിന്നീട് അവർ ഡേറ്റ് പറഞ്ഞിരുന്നത് ആമുൽ ഫീൽ വെച്ചിട്ടാണ്. ആനക്കലഹ വർഷം എന്ന കണക്ക് പ്രകാരമാണ് അവർ പിന്നീട് പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ആനക്കലഹ വർഷത്തിൽ ജനിച്ച ആൾ, ആനക്കലഹ വർഷത്തിൽ അങ്ങനെ സംഭവിച്ചു, ആനക്കലഹ വർഷം കഴിഞ്ഞ് 2 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് 10 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് എന്നൊക്കെ പിന്നീട് അവർ തീയതി പറയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും ഈ ഹാദിസുൽ ഫീലിൽ ആനക്കലഹ സംഭവത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു 10 പാഠങ്ങൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകാം. ഒന്ന്, മക്കക്കാർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് തന്നെ മക്കക്കാർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ സംഭവം. അതാണ് അബ്ദുൽ മുത്തലിബിൻ്റെ പ്രാർത്ഥനയും കഅബയെ അവർ ആദരിച്ചെന്നൊക്കെ. അതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ്. കഅബയോട് മക്കക്കാർക്ക് ഉണ്ടായിരുന്ന ഒരു സ്നേഹവും ബഹുമാനവും ഈ ആനക്കലഹ സംഭവത്തിൽ നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ ഒരു കാര്യം, ഒരാളുടെ അവിവേകം ചിലപ്പോൾ ഒരു സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കും. അതാണ് ഈ കിനാനക്കാരനായ ആൾ ആ കനീസയിൽ പോയിട്ട് ചെയ്ത പണികൊണ്ടാണ് ഈ ഇടങ്ങറൊക്കെ മക്കയിൽ ഉണ്ടായത്. ഒരു കാരണം അതാണ്. അപ്പോൾ അത് ഒരാളുടെ അവിവേകം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. 4, അള്ളാഹുവിൻ്റെ കഴിവും ശക്തിയും എല്ലാം അറിയുന്നവനാണ് നമ്മുടെ റബ്ബ്. ഇടപെടേണ്ട കൃത്യസമയത്ത് ആര് ഇടപെടും? അള്ളാഹു ഇടപെടുമെന്ന പാഠം ആനക്കലഹം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കഅബയുടെ മഹത്വം, അതിനെ അള്ളാഹു സംരക്ഷിക്കുമെന്ന പാഠം ആനക്കലഹത്തിലുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര വലിയ കൊല കൊമ്പനാണെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റൂല. ജീവനും കൊണ്ട് ഓടാനേ അവർക്ക് കഴിയുകയുള്ളൂ. അള്ളാഹുവിൻ്റെ വിധിയുടെ മുമ്പിൽ ഒന്നുമല്ല എന്നൊരു സന്ദേശം ആനക്കലഹത്തിലുണ്ട്. അതുപോലെ തന്നെ മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ്. ആനനോട് മുന്നോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ ആന മുന്നോട്ട് പോകൂല. അബാബിൽ പക്ഷികളോട് അല്ലെങ്കിൽ ആ പക്ഷിക്കൂട്ടത്തോട് ആ ടീമിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവരത് നശിപ്പിച്ചിരിക്കും. മുഴുവൻ ജീവജാലങ്ങളും ആർക്ക് കീഴൊതുങ്ങി ജീവിക്കുന്നവരാണ്? അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവരാണ്. 8ാമത്തെ ഒരു പാഠം, ശത്രുക്കളുടെ തന്ത്രങ്ങൾ അള്ളാഹു പൊളിച്ചു കളയും. വമകറു വമകറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. അവർ തന്ത്രം മനയുന്നുണ്ട്, അള്ളാഹുവും തന്ത്രം മനയുന്നുണ്ട്. തന്ത്രം മനയുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് തന്ത്രം മനയുന്നവൻ അള്ളാഹുവാണ്. ശത്രുക്കൾ എത്ര കരുത്തരാണെങ്കിലും അവർക്കൊക്കെ മുകളിൽ നമുക്കൊരു അള്ളാഹു ഉണ്ട് എന്ന പ്രതീക്ഷ ഈ ആനക്കലഹ സംഭവം തരുന്നുണ്ട്. 10ാമത്തൊരു പാഠം, ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനക്കുള്ള ഒരു ഉത്തരം കൂടിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചിട്ടുണ്ട്, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, അള്ളാഹുവെ ഈ നാടിനെ നീ നിർഭയത്വമുള്ള ഒരു നാടാക്കി മാറ്റണമേ. അപ്പം ആ കഅബക്കും ആ മക്കക്കും അള്ളാഹു ഒരുക്കി കൊടുത്ത സംരക്ഷണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് കൂടിയുള്ള ഉത്തരമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ. ഒന്ന്, അബ്ദുൽ മുത്തലിബിൻ്റെ ജീവിതത്തിൽ നടന്ന 2 കാര്യങ്ങൾ. സംസം കുഴിക്കപ്പെട്ടു, 2ാമത് വീണ്ടും കുഴിക്കപ്പെട്ടു. 2ാമത്തെ സംഭവം ആനക്കലഹ വർഷം. അതിൽ നിന്ന് കിട്ടുന്ന ചില പാഠങ്ങളുമാണ് നമ്മൾ സൂചിപ്പിച്ചത്. അള്ളാഹു കൂടുതൽ അറിയാനും പഠിക്കാനും നമ്മളെ സഹായിക്കട്ടെ.
ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.